തമിഴ്നാട്ടിൽ ബി.ജെ.പി അധ്യക്ഷൻ അണ്ണാമലൈ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി ADMK സഖ്യ ചർച്ചകൾക്കിടെയാണ് നീക്കം. അടുത്ത ആഴ്ചയോടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അണ്ണാമല ഒരു തലവേദനയായിരുന്നു. ADMK ഉടക്കിപ്പിരിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അണ്ണാമല കൂടുതലായിരുന്നല്ലോ. അപ്പൊ അണ്ണാമല വേണ്ട, പുതിയൊരു അധ്യക്ഷൻ വേണം, അത് ഉറപ്പിച്ചോ? തീർച്ചയായും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അണ്ണാമലയെ ഡൽഹിക്ക് കൊണ്ടുപോകാനാണ് BJP തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം ADMK നേതാക്കൾ എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള ആളുകൾ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഇനിയൊരു സഖ്യത്തിലേക്ക് പോകാൻ തന്നെയാണ് ADMKയും BJPയും ചേർന്ന് തീരുമാനിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് തമിഴ്നാട്ടിൽ. ഏത് വിധേനയും തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യമാണ് BJPക്കുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദീർഘനാളുകളായുള്ള വലിയ ഏറ്റുമുട്ടൽ DMKയും സ്റ്റാലിനും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റുമുട്ടലിൻ്റെ തുടർച്ചയെന്നോണം BJPക്ക് മുന്നോട്ട് പോവുക എന്നുള്ള മാത്രമല്ല അധികാരത്തിലെത്തുക തന്നെയാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ദ്രവീഡിയൻ പാർട്ടിയെ കൂടി ഉൾപ്പെടുത്താൻ, ADMK കൂടി ഉൾപ്പെടുത്താൻ BJP ആലോചിക്കുന്നത്. ആ ഉൾപ്പെടുത്താൻ ആലോചിക്കുമ്പോഴുള്ള പ്രശ്നം അവിടെ അണ്ണാമലയായിരുന്നു. കാരണം ADMK NDA സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള അല്ലെങ്കിൽ അവർ പുറത്തു പോകാനുള്ള കാരണങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും അണ്ണാമലയായിരുന്നു. അണ്ണാമലയുടെ രൂക്ഷമായ പരിഹാസവും അതിരൂക്ഷമായ വാക്കുകളും പ്രയോഗങ്ങളും, പ്രത്യേകിച്ചും ADMKയുടെ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ തന്നെയായിരുന്നു. വലിയ പരിഹാസത്തോടുകൂടിയാണ് 2021 22 ഒക്കെ ADMK കുറിച്ച് അണ്ണാമല സംസാരിച്ചു വന്നിരുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവും സംസ്ഥാന അധ്യക്ഷനുമായി മാറിയ ആളാണ് അണ്ണാമലൈ. BJPക്ക് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ വലിയ വേരോട്ടം ഉണ്ടായിക്കൊടുത്ത നേതാവ് കൂടിയാണ്. പക്ഷേ അണ്ണാമലയെ നിർത്തിക്കൊണ്ട്, അണ്ണാമലയെ അധ്യക്ഷനായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ADMK നേതാക്കൾ ഡൽഹിയിലെത്തി അമിത്ഷായെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലയെ തിരിച്ചു വിളിക്കാൻ BJP ആലോചിക്കുന്നത്. ഇതിനപ്പുറത്തൊരു പൊളിറ്റിക്സിലേക്കും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചും BJP ആലോചിക്കുന്നുണ്ട്. പകരം വരാൻ പോകുന്നത് ഒരു തേവർ സമുദായത്തിൽ നിന്നുള്ള തിരുനെൽവേലിയുള്ള MLA ആയിട്ടുള്ള നൈനാർ ആയിരിക്കും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPക്ക് അണ്ണാമലയെ ഡൽഹി കൊണ്ടുപോകേണ്ടി വരും. ഡൽഹി കൊണ്ടുപോയാൽ അവിടെ ഇരുന്നു കൊണ്ട് BJPയുടെ തമിഴ്നാട് രാഷ്ട്രീയം നിയന്ത്രിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് BJP ലക്ഷ്യമുണ്ട്. ഇതുകൊണ്ട് രണ്ടാണ് BJP ഗുണവും ലക്ഷ്യവുമായി കാണുന്നത്. ഒന്ന്, അണ്ണാമലൈ തമിഴ്നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് DMKക്ക് ഉണ്ടാകുന്ന അവരുടെ വിഷമം അല്ലെങ്കിൽ അവരുടെ പരാതികൾ പരിഹരിക്കാൻ കഴിയും. മറ്റൊന്ന്, അണ്ണാമലൈ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഒരു തമിഴ്നാട്ടിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ RN രവിയെ പോലെയുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന എന്നൊരു ആരോപണം ADMKയും ADMK ഉന്നയിക്കുന്നുണ്ട്. അതിന് പരിഹാരം എന്നോണം അണ്ണാമലൈ ഡൽഹി കൊണ്ടുപോയി അവിടെ നിന്നുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നേതാവാക്കി മാറ്റിയെടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒപ്പം ഈ ADMKയും ഒപ്പം നിർത്താൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വിജയുടെ പാർട്ടി കൂടി തമിഴ്നാട്ടിൽ വന്നുകൂടി തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഏറെക്കുറെ കലങ്ങി മറിഞ്ഞു കഴിഞ്ഞു. DMK ഇപ്പോൾ അധികാരത്തിൽ തുടരുന്നു. TVK, അതായത് വിജയുടെ പാർട്ടി ഏത് വിധേനയും ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്ന രൂപത്തിൽ വലിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടത്തുന്നു, വലിയ റാലികൾ നടത്തുന്നു, വലിയ കൺവെൻഷൻ നടത്തുന്നു. ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ BJPക്ക് ADMKക്ക് ഇവർ രണ്ടുപേരും ഒന്നു ചേർന്നാൽ മാത്രം, അതായത് BJPയുടെ ഒരു പൊളിറ്റിക്സും ADMKയുടെ ദ്രവീഡിയൻ പൊളിറ്റിക്സും ചേർന്ന് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ ഒരു പൊളിറ്റിക്സിനെ ഒത്തുകൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായും അണ്ണാമലയെ പോലെ ADMK വിമർശിക്കുന്ന ഒരു നേതാവിനെ തമിഴ്നാട്ടിൽ നിർത്തിക്കൊണ്ട് കഴിയില്ല. പകരം അണ്ണാമലയെ ഡൽഹി കൊണ്ടുപോവുക, ആ രൂപത്തിലൊരു രാഷ്ട്രീയം, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തമിഴ്നാട്ടിൽ വളർത്തിയെടുക്കാനാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത്. പകരം വരാൻ പോകുന്നത് ഒരു തേവർ സമുദായത്തിലുള്ള നേതാവ് തന്നെ ആയിരിക്കും എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്. തിരുനെൽവേലിയിലെ MLA നൈനാർ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യവും ഏതാണ്ട് പറഞ്ഞതുപോലെ തന്നെ അണ്ണാമലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള BJPയുടെ തനത് രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ വലിയ കാര്യമായ രീതിയിൽ തമിഴ്നാട്ടിൽ BJP പയറ്റി നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. തമിഴസി സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഗതികേട് കൂടി BJPയെ സംബന്ധിച്ചുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ അണ്ണാമലയെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കമുണ്ടാകുന്നത്. ADMK കൂടെ ഒരു ദ്രവീഡിയൻ പാർട്ടി ഇല്ലാതെ തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്ന തിരിച്ചറിവ് കൂടി BJPക്ക് വന്നിരിക്കുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകി.